കാലിഫോർണിയയിൽ വിമാന ഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ വൻ വാതക ചോർച്ച. മീഥൈൽ മെത്താക്രിലേറ്റ് എന്ന വൻ സ്ഫോടക സാധ്യതയുള്ള വാതകം സൂക്ഷിച്ചിരുന്ന ടാങ്കറിലാണ് ചോർച്ച കണ്ടെത്തിയത്. പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഏകദേശം 50,000-ഓളം ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങൾ നൽകും. അജയ്, എങ്ങനെയാണ് ഈ ടാങ്കറിൽ വാതക ചോർച്ച ഉണ്ടായത് എന്നത് വ്യക്തമാണോ? അതേസമയം ഇപ്പോഴും അവിടെ അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ? അനുശ്രീ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് പ്രതിസന്ധികളുടെ ഒരു തുടക്കമെന്ന് പറയുന്നത്. വ്യാഴാഴ്ച ഈ വാതകം സൂക്ഷിച്ചിരുന്ന ടാങ്കറിൽ അമിതമായിട്ട് താപനില ഉയരാൻ തുടങ്ങി. ഈ താപനില ഉയർന്നത് കാരണം ടാങ്കറിലുള്ള ചില വാൽവുകളുടെ പ്രവർത്തനം തകരാറിലായിട്ടുണ്ട്. ഇത് കാരണം മർദ്ദം പുറത്തേക്ക് പോകാത്തത് കാരണം ഈ താപനില അത് വീണ്ടും കൂടുതലായി ഉയരുകയും ഇതിലുള്ള മർദ്ദം അത് ക്രമാതീതമായി വർദ്ധിച്ച് പരിധിക്കപ്പുറത്തേക്ക് മുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാരണമാണ് നിലവിൽ ടാങ്കറിൽ ഒരു വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിള്ളൽ വഴി പുറത്തേക്ക് ഈ പറയുന്ന ഈ കടുത്ത ഒരുപാട് ഇപ്പോൾ ഈ കത്തുന്ന ഒരു സ്വഭാവമുള്ള വാതകമാണ് ഈ മീഥൈൽ മെത്തോക്രിലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാതകത്തിൻ്റെ അമിതമായിട്ടുള്ള ചോർച്ചയും പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇപ്പോൾ ഈ പറയുന്ന പ്രദേശത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 50,000-ഓളം ജനങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഇതിൽ 50,000-ഓളം ആളുകളെ, ഏതാണ്ട് പകുതിയോളം ആളുകളോട് ഇപ്പോൾ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പലരും ഇതിനോടകം തന്നെ വീടുകൾ വിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദഗ്ധരുടെ ചില അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു വാതക ചോർച്ച കണ്ടെത്തിയത് ഈ ടാങ്കർ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത ഇതിലൂടെ ഇല്ലാതായതായിട്ടാണ് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. അതായത് ഈ മർദ്ദം ക്രമാതീതമായി വർദ്ധിച്ച് ഈ ടാങ്കർ പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മീഥൈൽ മെത്തോക്രിലേറ്റ് എന്ന് പറയുന്ന ഈ വാതകം അത് ഒരു കത്തിപ്പോവുകയും പ്രദേശത്ത് വലിയ തരത്തിലുള്ള തീപിടുത്തം റിപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചോർച്ച ഉണ്ടായത് കാരണം ഇതിൻ്റെ സാധ്യത അത് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കാരണം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം അത് അമിതമായിട്ടില്ല എന്ന് ചില വിദഗ്ധർ സൂചിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ പ്രദേശത്ത് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. കാരണം ഈ വാതക ചോർച്ച കാരണം ഇതിൻ്റെ ചില ദ്രവരൂപത്തിലുള്ള ഈ വാതകത്തിൻ്റെ ചില ഭാഗങ്ങൾ അത് പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകാനും ഇവിടെയുള്ള ചില ശുദ്ധജല പ്ലാന്റുമായി മിക്സ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ചില സാധ്യതകൾ തടയുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തിന് ചുറ്റുമായിട്ട് ഒരു സംരക്ഷണ വേലിയും ഇപ്പോൾ അഗ്നിരക്ഷാ സേനയുടെ സഹായത്താൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരമുള്ള ഈ ഒരു ശുദ്ധജല സ്രോതസ്സുകളിൽ ഈ വാതകങ്ങൾ കലരുന്നതിനുള്ള സാധ്യതകൾ മറികടക്കാനും നിലവിൽ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും മാറി താമസിച്ച ആളുകളോട് നിലവിൽ തിരിച്ചെത്തണ്ട എന്നൊരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ അഗ്നിരക്ഷാ സേനയാണെങ്കിലും മറ്റ് അധികൃതരാണെങ്കിലും നൽകിയിട്ടുള്ളത്. ഈ അടിയന്തരാവസ്ഥ ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല, ജാഗ്രത തുടരുകയാണ്. നേരത്തെ ആശങ്കപ്പെട്ടതുപോലെ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത നിലവിലില്ല. ഈ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്നാണ്, ഈ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഒഴിവായിട്ടുണ്ട്. പക്ഷേ ഈ കടുത്ത ഒരു പരിസ്ഥിതി മലിനീകരണത്തിനും അതുപോലെ തന്നെ പൊതുജന ആരോഗ്യത്തിനുമുള്ള ആശങ്കകൾ അത് തുടർന്ന് വരികയാണ്. ഈ വാതക ചോർച്ച കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് വിലയിരുത്താനായിട്ടുള്ള വിദഗ്ധ സംഘം ഇപ്പോൾ പ്രദേശത്തെത്തി അതിൻ്റെ വിലയിരുത്തലുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.